ഫ്രണ്ട്സ്, ഞാൻ കൊച്ചു മോഡേൺ മല്ലൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫ്ലോർ സ്റ്റാൻഡിംഗ് അഥവാ ടവർ സ്പീക്കേഴ്സും ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇതിലേതാണ് വാങ്ങേണ്ടത്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വരൂ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ ഈ സ്പീക്കറുകളെ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ കാൻറ്റോൺ വെൻറ്റോ 880.2 DC ആണ്. ഇതിനെ നമ്മൾ നമ്മുടെ ഹൈഫൈ സെറ്റപ്പ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ ലിങ്ക് ചെയ്യാം. ഇത് നമ്മുടെ കാൻറ്റോൺ വെൻറ്റോ 820 DC ആണ്. ഇതിനെപ്പറ്റി നമ്മൾ കമ്പ്യൂട്ടർ ഓഡിയോ സെറ്റപ്പിൻ്റെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതൊരു ബുക്ക് ഷെൽഫ് സ്പീക്കറും ഇതൊരു ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറുമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഈ സ്പീക്കർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതിൻ്റെ വിലയാണ്. എപ്പോഴും മിക്കവാറും ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബുക്ക് ഷെൽഫിനേക്കാൾ വില കൂടുതലായിരിക്കും. ഒരേ ഫാമിലിയിൽപ്പെട്ട സ്പീക്കറുകൾ തന്നെ ബുക്ക് ഷെൽഫായിട്ടും വരാം, ഫ്ലോർ സ്റ്റാൻഡിംഗ് ആയിട്ട് വരാം. പക്ഷേ വില കൂടുതൽ ഫ്ലോർ സ്റ്റാൻഡിങ്ങിനായിരിക്കും. കാരണം എന്താ വെച്ചാൽ കൂടുതൽ മെറ്റീരിയൽസും കൂടുതൽ ഡ്രൈവേഴ്സും യൂസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ എക്സ്പെൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വില കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. നമ്മൾ എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ബഡ്ജറ്റിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു പക്ഷേ ഒരു 10,000 രൂപയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുക. 10,000 രൂപയ്ക്ക് നമ്മളൊരു ബുക്ക് ഷെൽഫ് വാങ്ങാം, അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് നമുക്കൊരു ടവർ സ്പീക്കർ വാങ്ങാം. 10,000 രൂപയ്ക്ക് നമ്മൾ ബുക്ക് ഷെൽഫാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഉള്ള സ്പീക്കർ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിൽ ബെറ്റർ ക്വാളിറ്റി സ്പീക്കർ കിട്ടണമെങ്കിൽ എപ്പോഴും ബുക്ക് ഷെൽഫ് ആയിരിക്കും താരതമ്യേന ബെറ്റർ. അതേ വിലയ്ക്കാനുള്ള ഒരു ടവർ സ്പീക്കറാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ പലപ്പോഴും ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും എന്നുള്ളതാണ് അതിനകത്തിലെ കാര്യം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെർഫോമൻസിനുള്ള അടിസ്ഥാനപരമായ വ്യത്യാസമാണ്. നമ്മുടെ ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സിന് സെയിം വെർഷൻ ബുക്ക് ഷെൽഫിനേക്കാൾ ബേസ് എക്സ്റ്റൻഷൻ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ബേസ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി പ്ലേ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയാണ്. അതായത് ഒരു 23 ഹെർട്സ് ആണ് ഈ സ്പീക്കറിന് കമ്പനി പറയുന്ന ലോ ഫ്രീക്വൻസി കട്ട് ഓഫ്. ഈ സ്പീക്കറിന് കമ്പനി പറയുന്നത് 27 ഹെർട്സ് ആണ്. നമുക്കറിയാം, നമുക്ക് വലിയ ഒരു ക്യാബിനറ്റും, അതെന്ന് പറഞ്ഞാൽ വലിയ ക്യാബിനറ്റ് വരുമ്പോൾ വോളിയം കൂടും ക്യാബിനറ്റിൻ്റെ. അതുപോലെ കൂടുതൽ ബേസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ കൂടുതൽ വൂഫേഴ്സും വരുമ്പോൾ ഒബ്വിയസ്ലി കൂടുതൽ ബേസ് ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ വലിയ ക്യാബിനറ്റുള്ള സ്പീക്കറിന് സാധിക്കും എന്നുള്ളത് നോർമൽ കാര്യം തന്നെയാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടവർ സ്പീക്കറിന് കൂടുതൽ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ കൂടുതൽ ബേസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ടവർ സ്പീക്കർ ആണെങ്കിൽ ഒരു അഡീഷണൽ സബ് വൂഫർ ഇല്ലാതെ നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ബുക്ക് ഷെൽഫാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമുക്കൊരു സബ് വൂഫർ അഡീഷണലായിട്ട് വാങ്ങേണ്ടി വരും. പക്ഷേ നമ്മൾ സബ് വൂഫർ എന്തായാലും വാങ്ങിയേ പറ്റൂ എന്നുള്ള സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മളൊരു സിനിമ സെറ്റപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സറൗണ്ട് സൗണ്ട് സെറ്റപ്പാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സബ് വൂഫർ മേടിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ബുക്ക് ഷെൽഫ് മേടിക്കുന്നതായിരിക്കും അഭികാമ്യം. അപ്പോൾ നമുക്ക് ആ പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഫ്രീക്വൻസി നമ്മുടെ സബ് വൂഫറിൽ നിന്ന് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പക്ഷേ നമ്മൾ സബ് വൂഫർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസും കൂടും എന്നോർക്കുക. അപ്പോൾ ഇതിലെന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസ് ഫ്രീക്വൻസി കൂടുതൽ കിട്ടുന്ന ഡീപ്പ് ബേസ് കിട്ടുന്നത് ടവറിലും ഇതിൽ കുറച്ച് കുറവും ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ, കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഓഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ചില ടേംസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ അടുത്തതായിട്ട് നമ്മൾ ഹൈഫൈ സ്പീക്കേഴ്സിൻ്റെ ബേസിക്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന സംശയങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ സബ് ചെയ്താൽ ആ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡ് വേണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നോക്കിയാൽ ഈ ബുക്ക് ഷെൽഫ് സ്പീക്കർ ഞാനൊരു സ്റ്റാൻഡിൽ ഒരു ഡെഡിക്കേറ്റഡ് സ്പീക്കർ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഫ്ലോർ സ്റ്റാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഫ്ലോറിൽ നേരിട്ട് വെക്കാവുന്നത് എന്നുള്ളതാണ് ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഞാനിവിടെ ഒരു സ്റ്റാൻഡ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേൾവിക്കാരൻ്റെ ചെവിയുടെ ലെവലിൽ അല്ലെങ്കിൽ അയാളുടെ തലയുടെ ലെവലിലായിരിക്കണം എപ്പോഴും ട്വീറ്റർ വരേണ്ടത്. കാരണം ട്വീറ്ററിൻ്റെ ശബ്ദം ഹൈ ഫ്രീക്വൻസി വളരെ ഡയറക്ഷണലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും നല്ല ശബ്ദം കിട്ടണമെങ്കിൽ, ഹൈ ക്വാളിറ്റി സൗണ്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കേൾവിക്കാരൻ്റെ ചെവിയുടെ ലെവലിൽ ട്വീറ്റർ വരണം. അല്ലാതെ നമ്മൾ താഴെ നിലത്ത് കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഹൈറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് യൂസ് ചെയ്യുന്നത്.
ഇനി എല്ലായ്പ്പോഴും സ്റ്റാൻഡ് യൂസ് ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കമ്പ്യൂട്ടർ സെറ്റപ്പ് വീഡിയോയിൽ കണ്ടല്ലോ, ഇതേ സ്പീക്കർ ഞാൻ നേരിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയാണ്. കാരണം ടേബിളിൽ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്വിറ്ററിൻ്റെ ഹൈറ്റ് എൻ്റെ ചെവിയുടെ അവിടെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ബുക്ക് ഷെൽഫ് സ്പീക്കറാണ് വാങ്ങുന്നതെങ്കിൽ ഈ അഡീഷണൽ സ്റ്റാൻഡിൻ്റെ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ഫ്രണ്ട് സ്പീക്കേഴ്സായിട്ട് നമ്മുടെ ടി വിയുടെ രണ്ട് വശത്തും വെക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോം തിയേറ്ററിൻ്റെ ഫ്രണ്ട് സ്പീക്കേഴ്സായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് വരും എന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ നേരിട്ട് സ്പീക്കർ സ്റ്റാൻഡായിട്ട് തന്നെ വാങ്ങുന്നതാണ്. പക്ഷേ നമുക്ക് എക്സ്പെൻസ് സേവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാർപ്പൻറ്ററിനെ വെച്ച് നമുക്ക് ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ DIY ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പൈസ സേവ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ TV കൗണ്ടറിൻ്റെ രണ്ട് വശത്ത് നമുക്ക് സ്പീക്കർ വെക്കാം, അല്ലെങ്കിൽ ഒരു ടേബിളിൽ സ്പീക്കർ വെക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡ് വേണ്ട. പക്ഷേ എക്സ്പെൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡ് നിങ്ങൾക്ക് വേണ്ടി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ എക്സ്പെൻസും കൂടെ കമ്പയർ ചെയ്യണം. അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ടോട്ടൽ കോസ്റ്റ് കണക്കാക്കാൻ. കാരണം ഫ്ലോർ സ്റ്റാൻഡേർഡ്സിന് സ്റ്റാൻഡ് ആവശ്യമില്ല, നമുക്ക് നേരിട്ട് നിലത്ത് വെക്കാം. ട്വിറ്റർ കറക്റ്റ് ഹൈറ്റിലായിരിക്കും നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഇതിൽ ഏതാണ് വാങ്ങേണ്ടത് എന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൈമറിലി ഒരു 2 ചാനൽ അല്ലെങ്കിൽ സ്റ്റീരിയോ മ്യൂസിക് ലിസണിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്ലോർ സ്റ്റാൻഡേർഡ്സ് മേടിക്കാൻ ഞാൻ പറയും. കാരണം അപ്പോൾ നിങ്ങൾക്ക് സബ് വൂഫർ ഇല്ലാതെ ഒരു നല്ല ക്വാളിറ്റി ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നിങ്ങൾ സിനിമ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു സറൗണ്ട് സെറ്റപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബുക്ക് ഷെൽഫ് വാങ്ങിച്ചാൽ നല്ല പൈസ സേവ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും സബ് വൂഫർ ആഡ് ചെയ്യുമ്പോൾ ആ ലോ ഫ്രീക്വൻസിയുടെ പ്രശ്നം ഒഴിവാക്കി കിട്ടും. ലോ ഫ്രീക്വൻസി നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിനി ഒരു ടേബിളിൽ വെക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ഷെൽഫിൽ വെക്കാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബുക്ക് ഷെൽഫ് സ്പീക്കേഴ്സാണ് അഭികാമ്യം. അപ്പോൾ ഈ 2 തരത്തിൽ നമുക്ക് ഏതാണ് ഏറ്റവും അനുകൂലമായ സ്പീക്കർ എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്തു എന്ന് പ്രതീക്ഷിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. അതുപോലെ ഇത് ഷെയർ ചെയ്താൽ നമ്മുടെ ചാനലിനത് ഒരു വലിയ പ്രചോദനമായിരിക്കും. ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യാൻ നമുക്കതിനെ അതുകൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് 2 ദിവസത്തിനുള്ളിൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് നമ്മുടെ HiFi സ്പീക്കർ ബേസിക്സ് എന്നുള്ളതാണ്. സോ അൺടിൽ ദെൻ ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. ഓക്കെ, ശ്രദ്ധിക്കുക. ബൈ ബൈ.